നമസ്കാരം. വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് ഇടതു സർക്കാർ. CPIക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ്. 11 കോടി രൂപ അടയ്ക്കാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ് എത്തിയിരിക്കുന്നത്. പഴയ പാൻ കാർഡ് ഉപയോഗിച്ചാണ് ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തതെന്നും ഇതിന്റെ പിഴയും പലിശയും അടക്കം 11 കോടിയോളം രൂപ കുടിശ്ശികയുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. കോൺഗ്രസിന് പിന്നാലെയാണ് CPIക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ രീതിയിലും സർക്കാരിന് പ്രതിരോധങ്ങൾ വരിഞ്ഞു മുറുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുടെ അഭിപ്രായം തേടാൻ ഒരുങ്ങുകയാണ് CPI. നേരത്തെ കോൺഗ്രസിനും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. 2017-2018 മുതൽ 2020-2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം 1700 കോടിയുടെ നോട്ടീസാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസിന്റെ അഭിഭാഷകനും രാജ്യസഭാ MPയുമായ വിവേക് തൻഖ പറഞ്ഞു. കോൺഗ്രസ് നൽകേണ്ട ആദായ നികുതി പുനർനിർണയിക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ പുതിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് വകുപ്പിന്റെ ഇപ്പോഴത്തെ നീക്കം. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകളാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഗോഖലെയും അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിലെ പുനർനിർണയത്തിനുള്ള കാലാവധി ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഞായറാഴ്ച കഴിയും. അതിനു മുൻപ് പുനർനിർണയം നടത്തി പിഴയും പലിശയും അടക്കം മറ്റൊരു നോട്ടീസ് കോൺഗ്രസിന് നൽകാനാണ് സാധ്യത. അതേസമയം അനുബന്ധ രേഖകൾ ഒന്നും വെക്കാതെയാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി. ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലുകളെ തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസ്ഥ കൂടിയാണ്. ഇതിനിടയിലാണ് പാർട്ടിക്ക് ആഘാതമായി ഭീമമായ തുകയുടെ പുതിയ നോട്ടീസുകൾ ആദായ നികുതി വകുപ്പ് കൈമാറുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാവി ചോദ്യചിഹ്നമാവുകയാണ് ഈ ഇടത് സർക്കാരിന്. എല്ലാ വഴികളും അടയുകയാണ്. കേന്ദ്ര ഏജൻസികൾ പഴുതടച്ച അന്വേഷണത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു.